തലസ്ഥാനം താമരക്കുമ്പിളിൽ ഒതുക്കിയിരിക്കുകയാണ് BJP. ഇനി നമുക്ക് വിനീഷിലേക്കൊന്ന് പോകാം. വിനീഷ്, റാലി ഇപ്പോൾ എവിടെയാണ്? നിലവിൽ മാരാർജി ഭവനിൽ നിന്ന് റാലി പുറപ്പെട്ടിട്ടേ ഉള്ളൂ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മാറാത്തത് ഇനി മാറുമെന്ന മുദ്രാവാക്യവുമായി തിരഞ്ഞെടുപ്പിനെ സമീപിച്ച BJPക്ക് തലസ്ഥാനം പിടിച്ചെടുക്കാൻ സാധിച്ചിരിക്കുന്നു. തലസ്ഥാനം കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ പൊതുജനം അത്രമേൽ വിശ്വാസമാണ് BJPയോട്. CPM-ന്റെയും കോൺഗ്രസിന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടൊന്നും തലസ്ഥാനത്തേറ്റില്ല. അതെ, തലസ്ഥാനത്തിന്റെ ചെങ്കോട്ട തകർത്തുകൊണ്ടാണ് BJP തങ്ങളുടെ താമരപ്പാടം അവിടെ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന റാലിയാണ് പ്രേക്ഷകർ ഇപ്പോൾ ജനത്തിന്റെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മാരാർജി ഭവനിൽ നിന്ന് യാത്ര അല്പസമയം മുമ്പ് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് ഈ യാത്രയ്ക്ക്, ഈ വിജയാഹ്ലാദ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹവും ഒപ്പം തന്നെ BJP സംസ്ഥാന സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനും ഉൾപ്പെടെയുള്ളവരാണ് ഈ യാത്രയുടെ ഏറ്റവും മുന്നിൽ. ഇവർ രണ്ടുപേരുമാണ് ആദ്യഘട്ടത്തിൽ തുറന്ന ജീപ്പിലുള്ളത്. തൊട്ടു പിന്നാലെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ VV രാജേഷ് അടക്കമുള്ളവർ, കൗൺസിലറാണ് അദ്ദേഹം ഉൾപ്പെടെയുണ്ട്. ശ്രീലേഖ IPS അടക്കമുള്ള മറ്റു കൗൺസിലർമാർ, MR ഗോപൻ തുടങ്ങിയ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ അങ്ങനെ റാലി, വിജയാഹ്ലാദ റാലി തിരുവനന്തപുരം അനന്തപുരിയെ പൂർണ്ണമായും തന്നെ കാവി അണിയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ VV രാജേഷും കൂടി ഒപ്പം ചേരുകയാണ്. വലിയ ആവേശമാണ്, വലിയ ആത്മവിശ്വാസം തോന്നുന്ന നിമിഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ നൽകിയ അംഗീകാരം, അതിനെ ജനങ്ങളോട് ഞങ്ങൾ നന്ദി പറയാൻ പോവുകയാണ്. ഇതിനുശേഷം ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നല്ല മൂന്ന് നഗരങ്ങൾ ഒന്നിലേക്കുള്ള യാത്ര തിരുവനന്തപുരം ആരംഭിച്ചു കഴിഞ്ഞു. BJPയുടെ മുദ്രാവാക്യവും അത്തരത്തിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ 50 സീറ്റ് കിട്ടിയതോടുകൂടി പ്രത്യേകിച്ച് നഗരത്തിലെ ജനങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്, അഴിമതി. ആ അഴിമതി ഇതോടുകൂടി തുടച്ചു നീക്കാൻ BJPക്ക് സാധിക്കും. ഇനി ഒരു ഭരണത്തിൽ, ഈ ഒരു നഗരത്തിന്റെ ചുമതലയിലേക്ക് എത്തും. ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നല്ലോ, സുതാര്യമായ ഭരണമാണ്, അഴിമതി രഹിത ഭരണമായിരിക്കുമെന്ന്. അതിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ജനങ്ങൾക്ക് 100% ഞങ്ങൾ വിശ്വസിക്കാം. തീർച്ചയായിട്ടും വലിയ ആവേശത്തിൽ തന്നെയാണ് BJP നേതാക്കൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീലേഖ IPS മേഡം വലിയ ആവേശത്തിലാണ്. പ്രവർത്തകർ ഓരോരുത്തരെയും ആഹ്ലാദത്തോടു കൂടി നന്ദി അറിയിക്കുകയാണ് അല്ലേ അനന്തപുരിയുടെ നഗരത്തിൽ പൂർണ്ണമായി? ആണ്, അതെ 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 വളരെ വളരെ വലിയ നന്ദി. എല്ലാവർക്കും വളരെ വലിയ നന്ദി. ഈ മാറ്റം തിരിച്ചറിഞ്ഞതിന്, കൂടെ നിന്നതിന്, വികസനത്തിന് വേണ്ടി പങ്കാളിയായതിന് വലിയ നന്ദി. അഴിമതിരഹിത ഒരു മുന്നേറ്റമായിരിക്കും ഇനി നഗരസഭയുടെ വികസനത്തിനും ഒപ്പം തന്നെ നഗരസഭയിൽ പൂർണ്ണമായും ഭരണത്തിൽ കാണാൻ സാധിക്കും അല്ലേ? ഉറപ്പായും അത് തന്നെയാണ് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. പ്രത്യേകിച്ച് ഒരു നാരീശക്തി എന്ന തരത്തിലേക്കാണ് മേഡം ഇനി അനന്തപുരിയിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് നിരവധി വനിതാ കൗൺസിലർമാരുണ്ട്. അവർക്കൊക്കെ ഒരു ശക്തി പകരുന്ന തരത്തിലേക്കായിരിക്കുമോ ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ ഒരു പശ്ചാത്തലം? അങ്ങനെയാണല്ലോ. ഞങ്ങൾ 25 പേരിപ്പോൾ ജയിച്ച് വന്നിട്ടുണ്ട്. 50 പേരിൽ 25 പേരും നാരിയാണ്. അപ്പോൾ ശരിക്കും നാരീശക്തി തന്നെയാണ്. അത് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നിർവഹിക്കും. ഞങ്ങളുടെ ശക്തി ഞങ്ങൾ തെളിയിച്ചു കൊടുക്കും. എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെയുള്ള സ്ത്രീജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും വളരെ സുഖമായിട്ടുള്ള, സുസ്ഥിരമായിട്ടുള്ള ഒരു വലിയ വികസനം, നല്ല ജീവിതം ഒക്കെ കാഴ്ചവെക്കും. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രധാനമായും പ്രാധാന്യം നൽകും. സ്ത്രീ സുരക്ഷ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാം ചേർന്ന് അതിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. എല്ലാവരുടെയും സുരക്ഷ, പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ. തീർച്ചയായിട്ടും സ്ത്രീ സുരക്ഷയ്ക്ക് നഗരത്തിൽ പ്രധാന പ്രാധാന്യം നൽകുമെന്ന് തന്നെയാണ് ശ്രീലേഖ IPS കൗൺസിലർ കൂടിയായ ശ്രീലേഖ IPS നൽകുന്ന ഒരു വാഗ്ദാനം. ഒപ്പം തന്നെ അഴിമതി രഹിത ഭരണമായിരിക്കും വരുന്ന ഭരണം BJPയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ അനന്തപുരിയിൽ നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അഴിമതി രഹിത വികസിത ഭരണമായിരിക്കും ഇനി കാണാൻ പോകുന്നത് എന്ന മുദ്രാവാക്യം തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഉയർത്തുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനും സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ എനിക്ക് പുറകിലായി 50-ലധികം കൗൺസിലർമാരാണ് എനിക്ക് പുറകിലായി ഉള്ളത്. എന്തായിരുന്നാലും വലിയ ആവേശത്തിൽ BJP അനന്തപുരിയെ അങ്ങനെ കാവ്യമയത്തിലേക്ക് ആറാടുകയാണ് അനന്തപുരി എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അശ്വതി.
വിനീഷ്, നമ്മൾ ഈ വിജയത്തെ വാനോളം പുകഴ്ത്തുമ്പോഴും ഇവരുടെ ഒരു പ്രവർത്തനം കൂടി നമുക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ അധികാരത്തിലെത്തും മുൻപ് അല്ലെങ്കിൽ ഭരണം ഉറപ്പിക്കുന്നതിനുമൊക്കെ എത്രയോ നാൾ മുൻപ് ഈ താഴെ തട്ടിലുള്ളൊരു പ്രവർത്തനം, ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ തലസ്ഥാനത്തടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ BJP നടത്തി വന്നിരുന്നു. അതിന്റെയൊക്കെ ഒരു റിസൾട്ട് ജനം കൊടുക്കുകയല്ലായിരുന്നോ വിനീഷ്? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ കാലമായി BJPയുടെ കൗൺസിലർമാരും ഒപ്പം തന്നെ BJP പ്രവർത്തകരും കഴിഞ്ഞ 60 വർഷമായി അല്ലെങ്കിൽ 65 വർഷമായി നടത്തിയ പ്രയത്നത്തിന്റെ ഫലം തന്നെയാണ് ഇപ്പോൾ BJPക്ക് തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ അതാത് കൗൺസിൽ ഏരിയയിൽ അവരുടെ വാർഡ് തലങ്ങളിൽ നടന്ന വികസനങ്ങൾ അത് ജനങ്ങൾ നോക്കിക്കണ്ടു. ആ വികസനങ്ങൾക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ ലഭിച്ചിരിക്കുന്ന 50 കൗൺസിലർമാർ എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന എല്ലാ പദ്ധതികളും പ്രത്യേകിച്ച് സ്മാർട്ട് സിറ്റി അടക്കമുള്ള വലിയ പദ്ധതികൾക്ക് അനന്തപുരിയിലേക്ക് എത്തിക്കാൻ, വികസിത അനന്തപുരി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു തുടക്കത്തിനാണ് ഈ യാത്ര തുടക്കത്തിനാണ് ഈ യാത്ര ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. കാരണം അഴിമതിരഹിത ഭരണം, വികസിത ഭരണം എന്ന മുദ്രാവാക്യം തന്നെയാണ് ഇപ്പോൾ BJP പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. എന്തായാലും നിലവിൽ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര, ഈ വിജയാഹ്ലാദ റാലി തമ്പാനൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഈ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് എത്തിയിരിക്കുന്ന ജനങ്ങളെ അഭിവാദ്യം അർപ്പിച്ച് അവർക്ക് നന്ദി അർപ്പിച്ചതിന് ശേഷം യാത്ര കടക്കുന്നത് കിള്ളിപ്പാലത്തേക്കാണ്. കിള്ളിപ്പാലത്ത് റോഡിന്റെ ഇരുവശത്തും കൂടി നിൽക്കുന്ന പ്രവർത്തകർക്ക് ഒപ്പം തന്നെ അവിടെയുള്ള എത്തുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്ന അവസരത്തിലേക്കാണ് കടന്നു പോകുന്നത്. എന്തായിരുന്നാലും നിലവിൽ ഈ അനന്തപുരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ BJPയുടെ 50 കൗൺസിലർമാരെ എല്ലാം ആയിരക്കണക്കിന് പ്രവർത്തകരെയും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചരിത്ര നിമിഷത്തിലൂടെ അനന്തപുരി കടന്നു പോകുമ്പോൾ അത് ഓരോ പാർട്ടി പ്രവർത്തകർക്കും ആവേശം നൽകുന്ന തരത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വലിയ ആവേശത്തിൽ ജനങ്ങൾ ഓരോരുത്തരും ഈ 50 കൗൺസിലർമാർ റോഡിൻ്റെ ഇരുവശത്തും കൂടി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ റോഡിൻ്റെ ഇരുവശത്തും കൂടിയുള്ള ജനങ്ങൾ ഓരോരുത്തരും തിരിച്ചും ഈ കൗൺസിലർമാരെ അഭിസംബോധന ചെയ്ത് അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓരോ കൗൺസിലർമാരും ഇപ്പോൾ ഓരോരുത്തർക്കും അനന്തപുരിയിലെ ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒരുപക്ഷെ നേരത്തെ ഒന്നും ഇത്തരത്തിൽ ഒരു ആഹ്ലാദ പ്രകടനം അതാത് രാഷ്ട്രീയ പാർട്ടികൾ ജയിക്കുമ്പോൾ നടത്തുന്നതിനപ്പുറം ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു വിജയാഹ്ലാദ റാലി സംഘടിപ്പിക്കുന്നത് BJPയുടെ നേതൃത്വത്തിൽ ആദ്യമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയായിരിക്കും ഇത്തരത്തിലുള്ള വിജയാഹ്ലാദ റാലിയിലൂടെ നന്ദി അറിയിക്കുന്നത് ജനങ്ങൾക്ക്. പക്ഷേ മറ്റെല്ലാ ഇതര രാഷ്ട്രീയ പാർട്ടികളും ഇതുവരെ നടത്തി വന്നത് നമുക്ക് കാണാൻ സാധിച്ചത് അവരുടെ വിജയാഹ്ലാദ റാലി നടക്കുമ്പോൾ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്ന ആ ഒരു ചടങ്ങ് അത് ഒരിക്കലും നടത്തിയതായി നമുക്ക് മുൻപൊന്നും കണ്ടെത്താൻ അല്ലെങ്കിൽ കാണാനും സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും വലിയ ആവേശത്തിൽ തന്നെയാണ് അനന്തപുരി. പ്രത്യേകിച്ച് വികസിത അനന്തപുരിക്കായി ഇനി ഈ അനന്തപുരിയിലെ ഏകദേശം വരുന്ന തിരുവനന്തപുരം നഗരസഭയിൽ വരുന്ന ഏകദേശം 10 ലക്ഷത്തിലധികം ജനങ്ങൾ കാത്തിരിക്കുന്നു, BJPയിൽ പ്രതീക്ഷയർപ്പിക്കുന്നു, BJP കൗൺസിലർമാരിൽ പ്രതീക്ഷയർപ്പിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് പുറകിലായി 50ഓളം കൗൺസിലർമാരും ഒപ്പം തന്നെ നിരവധി പ്രവർത്തകരും ഇപ്പോൾ ഈ അനന്തപുരിയെ തീർച്ചയായും വിനീഷ് കൂടുതൽ വിവരങ്ങൾ എത്തിക്കുക. നമുക്ക് മനോജിലേക്ക്